നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ എല്ലാത്തരം ദാനങ്ങളെയും ദൈവികമായ സംരക്ഷണങ്ങളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത് വാക്യമാണ്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അവയെല്ലാം കൃത്യമായി എഴുതപ്പെട്ട കത്തുകളാണ് ലേഖനങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം പൊതുവെയും ലേഖനങ്ങൾ എല്ലാം തന്നെയും സ്നേഹം എന്ന ദൈവീക ക്രമീകരണത്തിൻ്റെ കൃത്യമായ വെളിപ്പാടുകൾ തന്നെയാണ്. ദൈവം മനുഷ്യനോട് കാണിച്ച സ്നേഹം, ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞവൻ സഹോദരനോട്, സഹജീവിയോട് കാണിക്കേണ്ട സ്നേഹം, ഇങ്ങനെ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച സ്നേഹവും അത് മനുഷ്യനിലേക്ക് വ്യാപരിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ തുടർച്ചകളും നമുക്കുണ്ടാകണമെന്ന സന്ദേശമാണ് യോഹന്നാൻ പൊതുവെ നമ്മോട് പറയുന്നത്. എന്നാൽ പാപത്തിൽ ജീവിക്കാനും ദോഷങ്ങളിൽ തുടരാനുമല്ല, മറിച്ച് യേശു ക്രിസ്തു എന്ന നല്ല കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ടായതുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനുമായ ദൈവമുമ്പാകെ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവനിൽ ഇരിപ്പാൻ, അവനിൽ വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ വാക്യത്തിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വാട്ട് വി പ്രൊഫസ്, നമ്മൾ എന്തു പറയുന്നു. രണ്ടാമത്തത്, വാട്ട്സ് അവർ പ്രാക്ടീസ്, നാം എന്ത് പ്രായോഗികമായി ചെയ്യുന്നു. പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള ബന്ധം എന്താണ്? പറയുന്നതാണോ ചെയ്യുന്നത്? ചെയ്യാവുന്നതാണോ പറയുന്നത് എന്ന ചോദ്യങ്ങൾ ഈ വാക്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഞാൻ പറയുന്നു, ഞാൻ യേശുവിൽ വസിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ആളാണ്, ദൈവവുമായി എനിക്ക് അടുത്ത ബന്ധങ്ങളുണ്ട്. അത് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പ്രവൃത്തി, ജീവിതം, രീതികൾ ഒക്കെ ആ പറച്ചിലിന്, സംസാരത്തിന്, നാം ഏറ്റുപറഞ്ഞ കാര്യങ്ങൾക്ക് തത്തുല്യമായ, യോഗ്യമായ കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്, ചെയ്യുന്നതൊന്ന്, പറയുന്നത് മറ്റൊന്ന്. അങ്ങനെ പൊയ്മുഖങ്ങൾ അണിഞ്ഞ ആളുകൾ ലോകത്തിൽ എത്രയോ ഉണ്ട്. രാഷ്ട്രീയമൊക്കെ അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളും സ്ഥിരം മിത്രങ്ങളുമില്ലെന്നാണ് പറയാറുള്ളത്. വഞ്ചനയുടെയും കാപട്യത്തിൻ്റെയും ചതിയുടെയും ലോകമാണ് ഇന്ന് നാം മുമ്പിൽ കാണുന്നത്. അവിടെ ക്രിസ്ത്യാനി, യേശുവിനെ അറിയുന്നവൻ, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്ന് പറയുന്ന ഓരോ ആളുകളും പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ കൃത്യമായ ബന്ധങ്ങൾ, സുതാര്യത, സത്യാവസ്ഥ ഉണ്ടായിരിക്കണമെന്നാണ് യോഹന്നാൻ നമുക്ക് തരുന്ന പ്രബോധനം. അപ്പോൾ ചിലർ പറയും, എന്നാൽ പിന്നെ ഞാൻ പറയുന്നില്ല, അവനിൽ വസിക്കുന്നു ഞാൻ പറയുന്നില്ല. പറയുമ്പോഴല്ല പ്രശ്നമുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ, യേശു ക്രിസ്തുവിൽ വസിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനി. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ ദൈവഭക്തനും. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയുകയില്ല. മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ കൊമ്പുകൾക്ക് ഫലം കായ്പാൻ കഴിയില്ല എന്നതുപോലെ തന്നെ താങ്കൾ ദൈവത്തെ അറിയുന്ന ആളാണോ? ആർ യു എ ക്രിസ്ത്യൻ? ഒരു ക്രിസ്ത്യാനിയാണോ? എങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും അതിന് തക്കവണ്ണമുള്ള ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ്. അതുകൊണ്ട് നാം എന്തു പറയുന്നു എന്നത്, നാം എന്ത് ചെയ്യുന്നു എന്നതും തമ്മിൽ കൃത്യമായ, സത്യമായ ഒരു നല്ല ബന്ധം, ഒരു നല്ല സത്യസന്ധമായ ഒരു ക്രമീകരണം അതിലുണ്ടായിരിക്കണം.
ഇന്ന് ലോകത്തിൽ പറയുന്ന എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും ആളുകൾ. പക്ഷേ പ്രവൃത്തിയുമായി ബന്ധപ്പെടുത്തി അത് നാം ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ കൃത്യമായ സത്യാവസ്ഥകൾ വെളിപ്പെടുന്നത്. ലോകത്തിൽ, ഭാരതത്തിൽ ജീവിച്ചിരുന്ന എത്രയോ ആശയമുള്ള, ആർജവമുള്ള, സത്യം ജയിക്കുമെന്ന് പറഞ്ഞ ആളുകൾ അവർ പറഞ്ഞ പോളിസികൾ വിട്ടവർ നീങ്ങിയിട്ടില്ല. വിട്ടു നീങ്ങിയിരുന്നെങ്കിൽ ലാഭമുണ്ടാക്കാമായിരുന്നു. ലാഭത്തിന് വേണ്ടിയും പേരിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും യേശുവിൻ്റെ വചനങ്ങളെയും യേശുവിൻ്റെ രീതികളെയും വിറ്റുതുലയ്ക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് കൃത്യമായി ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് നാം ആരാണെന്ന് നമുക്ക് പറയണം. ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു, നീയും അങ്ങനെ ആകണം, അത് പറയണം. ഒപ്പം അവൻ നടന്നതുപോലെ നടക്കാനും നമുക്ക് സാധിക്കണം. ഈ രണ്ട് ക്രമീകരണങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അളവുകോൽ നമ്മുടെ കയ്യിലാണ്. നീ പറയുന്നത് തന്നെയാണോ ചെയ്യുന്നത്? നീ പ്രൊഫസ് ചെയ്യുന്നത് തന്നെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇത് രണ്ടും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. പറയുന്ന എൻ്റെ മുമ്പിലും കേൾക്കുന്ന നിങ്ങളുടെ മുമ്പിലും ദൈവം ആ ചോദ്യം വെൽക്കുന്നു. ആ ചോദ്യം ദൈവം സമർപ്പിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. അതിനൊരു മറുപടി പറയൂ. എന്തായിരിക്കാം നമ്മുടെ മറുപടി? ദൈവമേ, പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാണ് നമ്മുടെ ഉത്തരമെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിലൊരു തീരുമാനമെടുക്കണം. അതെ, ഞാൻ യേശുവിൻ്റെ മകനാണെന്ന് ഹൃദയം കൊണ്ടും ദൈവത്തോടും മറ്റുള്ളവരോടും പറഞ്ഞുവെങ്കിൽ യേശു നടന്നതുപോലെ നടക്കാനുള്ള ആ ലൈഫ് സ്റ്റൈൽ, ആ ജീവിത രീതി അവലംബിക്കാനുള്ള ഒരു പുതിയ കൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്നും ആയിരിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ ദാനങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ പിന്തുടരേണ്ടതിന് അവിടുന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ച നല്ല മാതൃകകൾക്കായി സ്തോത്രം. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ അവയെക്കുറിച്ച് വാചാലമായി സംസാരിക്കാറുണ്ടെങ്കിലും അതിൻപടി ജീവിക്കാൻ കഴിയാത്ത പരാജയങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നും ഞങ്ങളെ ആത്മാവിനാൽ ബലപ്പെടുത്തി കൃപ നൽകി ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിശേഷമായ കൃപ ഈ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം. കർത്താവായ യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.